ശ്യാമപ്രസാദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഇതിനിടയിലെ കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികൾക്കിടയിലെ കുറേ നാളുകളായിട്ടുള്ളൊരു പ്രശ്നമാണ് ഏകീകൃത കുർബാന എന്നുള്ളത്. വത്തിക്കാൻ്റെ പൊതുനിർദ്ദേശത്തിന് വിരുദ്ധമായി അങ്കമാലി എറണാകുളം അതിരൂപതയിൽ നടന്നു വരുന്ന പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ സാഹചര്യത്തിൽ കർദിനാളിന് തന്നെ സ്ഥാനം ഒഴിയേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. വത്തിക്കാൻ പ്രതിനിധി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്യാം, എന്താണ് പ്രതീക്ഷിക്കുന്നത്? വത്തിക്കാൻ പ്രതിനിധി സിറിൽ വാസിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ചകൾ നടത്തുകയാണോ? ശരത്, മനു, ഗുഡ് മോർണിംഗ്. എന്തായാലും സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ ചർച്ചകൾക്ക് രണ്ടാം വട്ട ചർച്ചകൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. കഴിഞ്ഞയാഴ്ചയാണ് വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ കേരളത്തിലേക്ക് എത്തുകയും സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും സന്യസ്തരും അൽമായരടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ച അന്തിമഘട്ടത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അൽമായ മുന്നേറ്റ സമിതിയുമായി അവസാനവട്ട ചർച്ചകളിലെല്ലാം തന്നെ നടത്തിയിരുന്നു. ഈ അൽമായ മുന്നേറ്റ സമിതി പ്രധാനമായും ഈ വത്തിക്കാൻ പ്രതിനിധിയായ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ മുൻപാകെ വെച്ച് ഒരു നിബന്ധന എന്ന് പറയുന്നത് ഈ സിനഡ് തീരുമാനം അട്ടിമറിക്കാനുള്ള, അതായത് സിനഡിലേക്ക് നിയമവിരുദ്ധമായി കൂട്ടിച്ചേർക്കപ്പെട്ട തിരുത്തലുകൾ ഉണ്ടായിരുന്നു, ആ ഒരു തീരുമാനം റദ്ദാക്കണമെന്നും ഒപ്പം തന്നെ പ്രധാനമായും ഇത്തരത്തിൽ തിരുത്തൽ വരുത്തിയവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ അൽമായ മുന്നേറ്റ സമിതി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. ഇതിനായി വത്തിക്കാൻ പ്രതിനിധിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു അന്വേഷണ കമ്മീഷനെ വെക്കണമെന്നുമായിരുന്നു അൽമായ മുന്നേറ്റ സമിതിയുടെ ആവശ്യം. എന്തായാലും ഈ സിനഡ് തീരുമാനത്തിലെ ഏകീകൃത കുർബാന എന്ന് പറയുന്നത് ഈ സിനഡിലെ ഒരംഗം നിർദ്ദേശിച്ചതനുസരിച്ചാണ് വൈദികൻ്റെ ശരീരഭാഷയിലടക്കം ഈ സിനഡിൻ്റെ ടെക്സ്റ്റിൽ മാറ്റം വരുത്തിയെന്നാണ് അൽമായ മുന്നേറ്റ സമിതി ഉന്നയിക്കുന്നത്. ഇത് മാർപ്പാപ്പയുടെ അടക്കം കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനിടയിലുണ്ടായ ഒരു അതായത് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഈ അൽമായ മുന്നേറ്റ സമിതിയും അതോടൊപ്പം തന്നെ വൈദിക സംരക്ഷണ സമിതിയുടെ ഒരു ഭാഗം വൈദികരും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ 25-ന് ഈ ക്രിസ്മസ് ദിനത്തിൽ അന്ന് ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നാണ് മാർപ്പാപ്പയുടെ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾക്കിടയിൽ സീറോ മലബാർ സഭ മുൻ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ ഇരുന്ന മാർ ആൻഡ്രൂസ് താഴത്ത് എന്നിവരുടെ സ്ഥാനചലനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന പുതിയ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായ മാർ ബോസ്കോ പുത്തൂരുമായി സിറിൽ വാസിലും അടക്കമുള്ളവർ ചർച്ച നടത്തുകയും ചർച്ച അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയുമാണ്. 24-ന് സിറിൽ വാസിൽ ഇവിടെ നിന്ന് മടങ്ങും. വത്തിക്കാനിലെത്തി മാർപ്പാപ്പയെ കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കുകയും പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. ഇതിനുശേഷമായിരിക്കും മറ്റു കൂടിയാലോചനകൾ നടക്കുക. എന്തായാലും ഈ മാസം 25-ന് ക്രിസ്മസ് ദിനത്തിൽ ഏകീകൃത കുർബാന എന്ന തീരുമാനത്തിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല എന്നാണ് ഈ മാർപ്പാപ്പയുടെ പ്രതിനിധിയായ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ അൽമായ മുന്നേറ്റ സമിതി അടക്കമുള്ള വൈദിക സമിതിയോടും വ്യക്തമാക്കിയിരിക്കുന്നത്. ശരത്.